അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, റമളാൻ നിലാവിൽ ഇന്ന് നമുക്ക് പുതിയൊരു ലോകത്തെ പരിചയപ്പെടാം. നമ്മുടെ ഇടയിലുള്ള കൊച്ചു ജീവികളെ പലപ്പോഴും നാം കണ്ട് അത്ഭുതപ്പെടാറുണ്ടെങ്കിലും പരിഗണിക്കൽ കുറവാണ്. ആവശ്യമില്ലെങ്കിലും അവയെ നശിപ്പിക്കുക ചിലരുടെ ഹോബിയാണ്. അങ്ങനെ നമ്മൾ ചവിട്ടി മതിക്കുന്ന ജീവികളിൽ ഒന്നാണ് ഉറുമ്പ്, അല്ലേ? എങ്കിൽ ഉറുമ്പ് വലിയൊരു അത്ഭുത ജീവിയാണ്. കാഴ്ചക്ക് ചെറുതാണെങ്കിലും വലിയ പാഠങ്ങൾ മനുഷ്യന് സമർപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവും. ഉറുമ്പിൻ്റെ ലോകം പഠിക്കുന്തോറും അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന ഒരു വലിയ വേൾഡാണ്. 4 മില്ലിഗ്രാമാണ് ഒരു ഉറുമ്പിൻ്റെ ശരാശരി വെയിറ്റെങ്കിൽ 8 മില്ലിഗ്രാം ഭാരം വരെ അത് വഹിക്കും. ഒറ്റക്കും കൂട്ടമായും ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എങ്കിൽ വിവിധങ്ങളായ പാഠങ്ങളും അത്ഭുതങ്ങളും സന്ദേശങ്ങളും ആ ഉറുമ്പിൻ്റെ സൃഷ്ടിപ്പിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ ജീവികളെയും എല്ലാ ജന്തുജാലങ്ങളെയും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളുടെ പിന്നിലും അവയുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലും വലിയ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉറുമ്പിൻ്റെ കഥ റസൂലുള്ള പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖറസത്ത് നംലത്തുൻ നബിയ്യൻ, ഒരു പ്രവാചകനെ ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിക്കൽ സ്വാഭാവികമാണ്. അങ്ങനെ നബിമാരിൽ ഒരു നബിയെ ഉറുമ്പ് കടിച്ചപ്പോൾ ആ ഉറുമ്പിൻ കൂട്ടത്തെ മുഴുവനും ചുട്ട് ചാമ്പലാക്കാൻ, ആ ഉറുമ്പിൻ്റെ പ്രദേശം ഒന്നാകെ കരിച്ചു കളയാൻ പ്രവാചകൻ കൽപ്പിച്ചു. അതുപ്രകാരം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഫഔഹല്ലാഹു ഇലൈഹി, ആ പ്രവാചകനിലേക്ക് അള്ളാഹു ബോധനം നൽകി, ഒരൊറ്റ ഉറുമ്പാണ് നിങ്ങളെ കടിച്ചിട്ടുള്ളത്, അല്ലേ? എങ്കിൽ തസ്ബീഹ് ചൊല്ലുന്ന നിരവധി ഉറുമ്പുകളെയാണ് നിങ്ങൾ നശിപ്പിച്ചത്. തസ്ബീഹ് ചൊല്ലുന്ന ഒരു സമൂഹത്തെ മുഴുവനും നിങ്ങൾ കരിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മളറിയാതെ മിണ്ടാപ്രാണികൾ അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഉറുമ്പ് നമ്മളെ കടിച്ചതിൻ്റെ പേരിൽ 1-2 ഉറുമ്പുകൾ കടിച്ചാൽ അവയുടെ സമൂഹത്തെ മുഴുവൻ ആരാ നിങ്ങൾ എന്നെ കടിക്കാൻ എന്ന ഭാവേന മുഴുവൻ ഉറുമ്പിൻ കൂട്ടത്തെയും ചവിട്ടി മതിക്കലാണ് നമ്മുടെ ശീലം, അല്ലേ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത്ഭുതങ്ങളുടെ കലവറയാണ് സത്യത്തിൽ ഉറുമ്പ് എന്ന് പറയുന്നത്. ഐക്യബോധമാണ് അവരുടെ പ്രധാനം. അവർ നൽകുന്ന മെസ്സേജ് നേതാവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ സാമൂഹിക ബോധം, പരസ്പര സഹായം. കണ്ടിട്ടില്ലേ നിങ്ങൾ, ഒരു ചത്ത ജീവിയെ കൂറയെ കിട്ടിയാൽ ഉറുമ്പുകൾ ഒന്നായി ഹേലോലിക പറഞ്ഞ് ഏറ്റുപിടിച്ച് കൊണ്ടുപോവുകയാണ്. ഓർമ്മയുണ്ടല്ലോ, 4 മില്ലിഗ്രാമാണ് ഭാരമെങ്കിലും 8 മില്ലിഗ്രാം ഭാരം അവയ്ക്ക് വഹിക്കാൻ പറ്റും. 11,000 ഐറ്റം ഉറുമ്പുകളുണ്ട്. ഉറുമ്പുകൾ 11,000 ഇനങ്ങളുണ്ട് എന്നാണ് ഉറുമ്പ് ശാസ്ത്രം പറയുന്നത്. അതിൽ ചിറകുള്ളവയും ചിറകില്ലാത്തവയും, ചിറകുള്ള ആൺ ഉറുമ്പുകളും ചിറകില്ലാത്ത പെൺ ഉറുമ്പുകളും. അതുപോലെ അവയിൽ തന്നെ തസ്തിക രാജ്ഞിമാർ, അടിമകൾ, ജോലിക്കാർ, ആണുറുമ്പുകൾ, പെണ്ണുറുമ്പുകൾ, പട്ടാളക്കാർ, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കാറ്റഗറി ഉറുമ്പുകളെ കാണാം. മണ്ണിലും മരത്തിലുമൊക്കെ ചെറിയ ചെറിയ ഭംഗിയില്ലെങ്കിലും ചെറുതായ കൂടുകൾ വെച്ചുകൊണ്ടാണ് അവ ജീവിക്കുന്നത്. അവയിൽ തന്നെ നിരവധി കോളനികളായി, ഒരു കോളനിയിൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ വരെ ഉണ്ടാവാം. അല്പവും കൂടുതലുമായി
സ്കട്ട്. ഇങ്ങനെ ചിറകില്ലാത്ത പ്രത്യുൽപാദന ശേഷിയുള്ള പെൺ ഉറുമ്പുകളാണ് കൂട്ടത്തിലെ രാജ്ഞി. പ്രത്യുൽപാദന ശേഷിയുള്ള ചിറകില്ലാത്ത പെൺ ഉറുമ്പുകളാണ് കൂട്ടത്തിലെ രാജ്ഞി. രാജ്ഞികൾ അധികം പുറത്തിറങ്ങൂല. ഒരു കൂട് വിട്ട് മറ്റൊരു കൂട് നിർമ്മിക്കുമ്പോൾ മാത്രമേ രാജ്ഞികൾ അപൂർവമായി പുറത്തിറങ്ങാറുള്ളൂ. കൂടിൻ്റെ ഉള്ളറകളിൽ ഇരുന്ന് മുട്ടയിടുക മാത്രമാണ് അവരുടെ ദൗത്യം. അവർക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ടത് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഉറുമ്പുകൾ. അവരാണ് ജോലിക്കാർ. അവരാണത്രേ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഒരു കൂട്ടിൽ ഒരു രാജ്ഞി അല്ലെങ്കിൽ നിരവധി രാജ്ഞിമാരൊക്കെ ഉണ്ടാകാം. ഇവയുടെ ആയുസ് 1 മുതൽ 15 വർഷം വരെയാണ്. 1 വർഷം മുതൽ 15 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ആയുസ്സുള്ളവയാണ് ഉറുമ്പ്. ഇങ്ങനെ വലിയൊരു അത്ഭുതങ്ങൾ അടയിരിക്കുന്ന ജീവി എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങൾ ഒരധ്യായം ഈ ജീവിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സൂറത്തുൻ നംൽ, വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംല. ഉറുമ്പിൻ്റെ അത്ഭുതകരമായ സംഭവവികാസങ്ങളൊക്കെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിൽ വിവരിക്കുന്നത്. ഉറുമ്പുകളോടുള്ള സമീപനം നമ്മുടേതെങ്ങനെയായിരിക്കും? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽ ഹദീസിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഉറുമ്പുകൾ നിസ്സാര ജീവികളാണെങ്കിലും അവയെ അനാവശ്യമായി നമ്മൾ കൊന്നുകളയരുത്. അവയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പലതും പഠിക്കണം. ഐക്യബോധം, സാമൂഹ്യബോധം. നേതാവിനെ ഒരാൾ മുമ്പേ പോകുമ്പോൾ ലൈൻ വളരെ ക്ലിയറായി മറ്റുള്ളവരെല്ലാം അന്യൊപ്പിച്ച് പോകുന്ന കാഴ്ച എത്ര കൗതുകകരമാണ് അല്ലേ? എത്ര രസാവഹമായിട്ടാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത്. അവയെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്നൊരു കൂട്ടത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാവണം. ഉറുമ്പുകളുടെ ഘ്രാണശക്തി ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ ഘ്രാണശക്തിയൊന്നും 7 അയലത്തെത്തില്ല. മധുരം, അതുപോലെ തന്നെ വിത്ത്, മധുര പലഹാരങ്ങൾ, ചത്തുപോയ പ്രാണികൾ, ഇവയൊക്കെയാണ് ഉറുമ്പിൻ്റെ ഭക്ഷ്യവസ്തുക്കളെങ്കിൽ എത്രയോ ദൂരെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അവയെ സ്മെൽ ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള കഴിവ് ഉറുമ്പുകൾക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. വളരെ വിദൂരത്തുള്ള ഭക്ഷണ പദാർത്ഥത്തിലേക്ക് പോലും ഉറുമ്പുകൾ എത്തുന്നത് അങ്ങനെയാണ്. ഉറുമ്പുകൾ സംസാരിക്കും. സൂറത്തുൻ നംൽ അതിന് മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സൈന്യവുമായി പരിവാരവുമായി കടന്നു പോകുമ്പോൾ സൂറത്തുൻ നംലിലെ 18-ാമത്തെ ആയത്ത് ആ സംഭവം ഉദ്ധരിക്കുന്നു. ഉറുമ്പിൻ്റെ നേതാവ് അനുയായികളോട് പറയുകയാണ്, മാറി നിന്നടോ, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സൈന്യവും ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ചവിട്ടി മതിക്കപ്പെട്ടേക്കാം. ഫതബസ്സമ ളാഹിക്കൻ. ഇത് കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചുപോയി. ഉറുമ്പുകളുടെ നേതാവ് അനുയായികളോട് പറയാൻ, ഇതാ സുലൈമാൻ നബി വരുന്നുണ്ടേ. അപ്പോൾ നേരത്തെ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉറുമ്പുകൾക്കുണ്ട്. നബിയും പരിവാരവും കടന്നു വരുമ്പോൾ നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ചവിട്ടി അരച്ചു പോയേക്കും. അതുകൊണ്ട് നേതാവ് അനുയായികൾക്ക് ഓർഡർ കൊടുക്കുകയാണ്. ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ കഴിവും എല്ലാ അധികാരവും അള്ളാഹു പക്ഷികളുടെയും അതുപോലെ മൃഗങ്ങളുടെയും ഒക്കെ സംസാരം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിരുന്നല്ലോ. ആ സംഭവം സൂറത്തുൻ നംലിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഉറുമ്പുകളെക്കുറിച്ച് നാം ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന ഇത്തരം ജീവജാലങ്ങൾ പലതും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. നമുക്കറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത വലിയ യാഥാർത്ഥ്യങ്ങൾ അവരിലൂടെ ഇനിയും നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഉറുമ്പ് നമ്മോട് ബോധ്യപ്പെടുത്തുന്നത്. സൂറത്തുൻ നംൽ പല ആവർത്തി വായിക്കുകയും
കൂടുതൽ ഈ ജീവികളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറുമ്പിൻ കൂട്ടത്തിന് തീയിട്ട സ്വഹാബത്തിനെ ശാസിച്ച സംഭവം ഹദീസിലുണ്ടല്ലോ. ഉറുമ്പിൻ കൂട്ടം തീയിട്ട് കണ്ടപ്പോൾ ആരാണിത് ചെയ്തത്? തീ കൊണ്ട് സൃഷ്ടികളെ കരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ഉടൻ അവയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. സൃഷ്ടികളെ കരിക്കാൻ പാടില്ല, അവയെ അനാവശ്യമായി ചവിട്ടി അരക്കാൻ പാടില്ല. നമുക്കാവശ്യമില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ അവയെക്കൊണ്ട് ഉപകാരം തോന്നുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റിലുമുള്ള നമുക്ക് ഉപദ്രവകാരികളല്ലാത്തവയെ നാം വിട്ടേക്കണം. സ്വഹാബത്തിനെ ശാസിക്കുകയും അത്തരം ഗുരുതരമായ തെറ്റിലേക്ക് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇതോട് ചേർത്ത് വായിക്കാം. ഏതായാലും നമ്മുടെ ജീവിതത്തിലെ മിണ്ടാപ്രാണികൾ, ജീവികൾ, അതിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞവ നിരവധി പാഠങ്ങളും മെസ്സേജുകളും നമുക്ക് നൽകുന്നു. അവയെ കണ്ടിരിക്കുക മാത്രമല്ല, അതിലൂടെ അവയുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് പഠിക്കുകയും ആ നല്ല സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു നൽകട്ടെ. വിശുദ്ധ റമദാൻ അതിന് കാരണമാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.